I watched DC. കിടിലൻ പടമാണ്. ഇത് സ്റ്റാറിങ് നമ്മുടെ സ്വന്തം ലോകേഷ് കനകരാജ്, വാമിക ഗബി, പിന്നെ ആരാ സഞ്ജന കൃഷ്ണമൂർത്തി. അതാരെന്നറിയില്ല, പക്ഷേ കൊള്ളായിരുന്നു. ഇതൊരു ഭയങ്കര വയലൻസ് ഉള്ള എന്നാൽ അടിപൊളി മ്യൂസിക്കുള്ള അങ്ങനെ ഒരു പടമാണ്. അതായത് ഒരു മീനിങ്ലെസ് വയലൻസ് അല്ല. എൻ്റെ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത് സോൾഫുൾ വയലൻസ്, ഭയങ്കര കോൺട്രഡിക്റ്ററി ഉള്ള മീനിങ് ഉള്ള രണ്ട് വാക്കുകളാണ്. പക്ഷേ ഇതിൻ്റെ അകത്തെ വയലൻസ് അങ്ങനെ പക്ഷെ ഇതിൻ്റെ അകത്തെ വയലൻസിന് ഒരു ആത്മാവുണ്ട്. ആത്മാവ് മീൻസ് ഈ പണ്ട് നമ്മൾ ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു പോയിന്റ് എത്തുമ്പോൾ അവന്മാരെ അവന്മാരെ ഇടിക്കുക അങ്ങനെയൊക്കെ തോന്നത്തില്ലേ? അങ്ങനത്തെ ഒരു പോയിന്റിലാണ് ഇവിടുത്തെ ഈ സിനിമയിലെ വയലൻസ് ഒക്കെ നടക്കുന്നത്, എസ്പെഷ്യലി ഇൻ്റർവെല്ലിലെ ആ ഒരു ഫൈറ്റ്. സോ നമ്മൾ ആ നായകൻ്റെ ഒപ്പം അങ്ങനത്തെ എൻജോയ് ചെയ്യുകയാണ്. സോ അങ്ങനെ ഒരു പടം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതൊരു നായികയുടെ പടമാണ്. വാമിക ഗബി വാട്ട് എ പെർഫോമർ. ചന്ദ്ര എന്ന ക്യാരക്ടറായിട്ട് ആളിങ്ങനെ ഒരു ഇൻ്റർവെൽ എന്നല്ല, സിനിമയുടെ ഒരു അരമുക്കാൽ മണിക്കൂർ ടൈമൊക്കെ ആകുമ്പോഴാണ് ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ അവിടുന്ന് ആ സിനിമ ശരിക്കും ചന്ദ്രയുടെ DC-യിലെ സിയുടെ ഫിലിമാണ് എന്നെ സംബന്ധിച്ച്. DC. ഓഫ് കോഴ്സ് ലോകേഷിൻ്റെ ഫസ്റ്റ് ആക്ടർ എന്ന രീതിയിലുള്ള ഫസ്റ്റ് മൂവിയാണ്. ആൻഡ് ഹി നെയിൽഡ് ഇറ്റ് ബൈ ഓൾ മീൻസ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഫിലിം അനൗൺസ് ചെയ്തൊക്കെ ഒരു സമയത്ത് ഞാൻ ഓർക്കുമായിരുന്നു, ഇതിനൊരു ഡയറക്ടറെ കൊണ്ടുവന്ന് ഈ ക്യാരക്ടർ ചെയ്യണം. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞാൽ ദേവദാസ് എന്ന ആ ഒരു ക്യാരക്ടറിലേക്ക് വേറൊരു നടനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ തോന്നത്തെ. സോ അത്രയ്ക്ക് അടിപൊളിയായിട്ട് ലോകേഷ് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ഒരു ഫസ്റ്റ് പാർട്ടി വരുന്ന ക്യാരക്ടറാണ് സഞ്ജനയുടെ പാർവതി എന്നും പറഞ്ഞ്. ഭയങ്കര ഒരു രസമുള്ളൊരു ക്യാരക്ടറായിരുന്നു. ഒത്തിരി ഒരു സ്ക്രീൻ ടൈം ഒന്നുമില്ല എങ്കിലും സ്വന്തം ക്യാരക്ടറിനെ മാർക്ക് ചെയ്ത് അവിടെ അവിടെ ഒരു മുദ്ര പതിപ്പിച്ച് പോകാൻ ആ ക്യാരക്ടറിന് പറ്റിയിട്ടുണ്ട്. ഈവൻ ഈ വാമികയുടെ ക്യാരക്ടർ വരുമ്പം ഒരു സിമിലാരിറ്റി ഉണ്ട് ഈ സഞ്ജനയുടെ ലുക്കും വാമികയുടെ ലുക്കും തമ്മിൽ. അപ്പം എന്തുകൊണ്ടാണ് നായകൻ വീണ്ടും ഈ വാമികയുടെ ക്യാരക്ടറിലേക്ക് അട്രാക്റ്റഡ് ആവുന്നതെന്ന് കാണിക്കുന്നില്ല, പക്ഷെ ആളവിടെ നിസ്സഹായനായി പോകുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. പുള്ളിയുടെ ആ നിസ്സഹായത എന്തുകൊണ്ടാണെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. കാരണം ശരിക്കും ആ പാർവതിയെ പോലെ തന്നെയാണ് ഈ ചന്ദ്ര. ലുക്ക് വൈസ്, ക്യാരക്ടർ വൈസ് അതൊരു വേറെ ലെവൽ ക്യാരക്ടറാണ്. ആൻഡ് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു തമിഴ് നായിക വരിക എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. വന്നിട്ടുണ്ടാവും, പക്ഷെ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ക്യാരക്ടറിനെ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യുക അതൊരു റെയർ ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ആ ഒരു പെർഫോമർ വാമിക അത് വേറൊരു ലെവലിലേക്ക് ആ ഒരു ക്യാരക്ടറിനെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് പറയാതിരിക്കാൻ പറ്റില്ല അനിരുദ്ധിൻ്റെ മ്യൂസിക്. ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് നമുക്കൊരു സെക്കൻഡ് പോലും സിനിമയിൽ നിന്ന് കണ്ടെടുക്കാതെ ആ ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്നതിൽ വൺ ഓഫ് ദ മേജർ റീസൺ അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. പിന്നെ അത് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ വേടൻ്റെ വോയിസുള്ള പാട്ടുണ്ട്, അതെവിടെ പ്ലേസ് ചെയ്യുന്നു എന്നൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് എക്സാക്ട്ലി നമ്മൾ എവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നു അവിടെ ആ പാട്ട് വരുന്നുണ്ട്. അതേപോലെ രാഗ ഓഫ് റിവെഞ്ച് ഭയങ്കര വൈറലായിട്ടുള്ള മ്യൂസിക്, അതും അതിൻ്റെ ഒരു ഹാഫ് കുക്ക്ഡ് വേർഷനാണ് നമ്മുടെ ഇൻ്റർവെൽ പഞ്ചായിട്ട് വരുന്നത്. നമ്മളവർക്ക് ഓക്കെ വലിയൊരു ഇമ്പാക്റ്റ് വന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് വേർഷൻ ക്ലൈമാക്സിലും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പീസ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഈ ബ്ലഡി വാലന്റൈൻ എന്ന് പറയുന്നൊരു മ്യൂസിക് ഉണ്ട്. അത് സിനിമയിൽ ഉടനീളം ഞാൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കട്ടെ എവിടെ വരും. അത് കറക്റ്റ് ഈ രാഗ ഓഫ് റിവെഞ്ചിൻ്റെ കൂടെ തന്നെ ബ്ലെൻഡ് ചെയ്ത് ക്ലൈമാക്സിലേക്ക് ഒരു സംഭവം പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. അത് ഭയങ്കര രസമാണ്. നമ്മളിങ്ങനെ ആ ഒരു മ്യൂസിക്കിൻ്റെ ആ ഒരു ഹാങ് ഓവറിലാണ് സിനിമ കണ്ടു തീർക്കുന്നത്. പിന്നെ ഒരു സജഷനുള്ളത്, ഇപ്പം AR റഹ്മാൻ അനിരുദ്ധിനോട് ഒരു പക്ഷേ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കാം പുള്ളി ഈ ക്ലാസിക്കൽ മ്യൂസിക് ഇപ്പം എല്ലാത്തിലേക്കും മിക്സ് ചെയ്യുന്നത്. അത് വർക്കാവുന്ന വർക്കാവുന്ന സൗണ്ട് ട്രാക്കുകളിലൊക്കെ അത് അടിപൊളിയായിട്ട് വർക്കാകുന്നുണ്ട്. പക്ഷെ അത് എല്ലായിടത്തും കയറ്റി ഇങ്ങനെ കുത്തിത്തിരികി വെക്കണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഇപ്പോൾ അത് ഓക്കെയാണ്. ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ ഏതാണ്ട് ഒരു 4-5 ട്രാക്കുകളിൽ ഈ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഒരു മിക്സ് വരുന്നുണ്ട്. അത് ഈ അനിരുദ്ധിൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ട്രെൻഡിങ് ആകുന്ന സൗണ്ട് ട്രാക്കുകളുടെ ഒരു റിപ്പീറ്റേഷനാണ് പിന്നീടുള്ള മൂവീസിലെല്ലാം വരുന്നത്. അത് മടുപ്പാകുന്നിടത്തോളം നമുക്കത് എൻജോയ് ചെയ്യുന്നത് കുഴപ്പമില്ല, പക്ഷെ പിന്നെ അങ്ങോട്ട് അതൊരു വെറുപ്പീരായിട്ട് മാറും. ഇപ്പം ഇത് റീസെൻ്റ്ലി ഉള്ള മൂവീസിലെല്ലാം എനിക്ക് അങ്ങനെ ഒരു ഫീലായിരുന്നു. കാരണം പുള്ളി
ഈ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക്കിൻ്റെ തന്നെ പുള്ളിയുടെ തന്നെ പാട്ടിൻ്റെ കോപ്പി ആയിട്ടാണ് എനിക്ക് പുള്ളിയുടെ പുതിയ പാട്ടുകൾ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഗതി ഈ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ പരിപാടിക്കും വരരുത് എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം ഇപ്പോൾ അത് കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ അത് എവിടെ കറക്റ്റ് പ്ലേസ് ചെയ്യണം, ഏത് പാട്ടിൽ വേണം വേണ്ട എന്നുള്ളൊരു വിവേചന ബുദ്ധി കാണിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഈ ആവർത്തനം വരുമ്പോൾ, ഇപ്പോൾ ഈ രാഗ് ഓഫ് റിവഞ്ച് ആണെങ്കിൽ തന്നെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. പിന്നെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും എന്ത് തുറന്നാലും ഈ പാട്ട് മാത്രമേ ഉള്ളൂ. എല്ലാ വളിച്ച റീലിനും ഈ പാട്ട് വേണ്ടിയാണ് ഇടുന്നത്. സോ നമുക്ക് ഈ കേട്ട് വെറുപ്പീരാകുന്നൊരു പരിപാടി ഓഫ് കോഴ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. സോ കേൾക്കുന്ന എല്ലാ പാട്ടിലും ഈ ക്ലാസിക്കൽ മ്യൂസിക് വരുമ്പോൾ പിന്നീട് അതൊരു മടുപ്പായി മാറും. സോ ആ ഒരു കാര്യത്തിലും കൂടി അനിരുദ്ധ് കെയർഫുൾ ആവുകയാണെങ്കിൽ ഹി വിൽ ബി എ ഹ്യൂജ് അസറ്റ് ലൈക്ക് എ ആർ റഹ്മാൻ. പക്ഷേ എ ആർ റഹ്മാനുമായിട്ടൊന്നും കമ്പയർ ചെയ്യാറായിട്ടില്ല, ഓഫ് കോഴ്സ് ഇല്ല. എ ആർ റഹ്മാൻ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ നമ്മൾ പറയുമല്ലോ ദ കിങ് ഓഫ് ദ 7 കിങ്ഡംസ് എന്നൊക്കെ പറയുന്ന പോലെ അതാണ് എ ആർ റഹ്മാൻ. അനിരുദ്ധ് ഇപ്പോൾ ഒരു 1-2 കിങ്ഡം ഒക്കെ കോൺകർ ചെയ്ത് വന്നിട്ടുണ്ട്. ആ 1-2 കിങ്ഡം പുള്ളി ഓൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എലവേറ്റഡ് മ്യൂസിക് ആണെങ്കിലും ഈ എന്താ പറയുക ലോസ്റ്റ് ലവ്, എനിക്ക് അതിൻ്റെ ജോണർ എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല. എലവേറ്റഡ് മ്യൂസിക്, നമ്മുടെ ഹീറോയിക് എൻട്രി, ഹീറോയിക് പഞ്ച്, അതേപോലെ തന്നെ ലോസ്റ്റ് ലവ്, ഈ 2 കാറ്റഗറിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്ന അനിരുദ്ധിനെ വെല്ലാൻ വേറൊരു മ്യൂസിക് ഡയറക്ടറില്ല. സോ പതിയെ ബാക്കി കിങ്ഡങ്ങളും പുള്ളി കോൺകർ ചെയ്യട്ടെ. സോ വയലൻസ് ഒരു ഇഷ്യൂ അല്ലാത്തവർക്ക് DC ഒരു മസ്റ്റ് വാച്ചാണ്. നല്ലൊരു അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കുന്നവർ തീർച്ചയായും DC പോയി കാണുക. സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.